ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറിയാണ്. അപ്പം നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള, ഇഞ്ചി, ഇത് ഇത്ര അരിയുക. അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പത്തേക്ക് പാകം ചെയ്യാനായിട്ടുള്ള ഉരുളി വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുകും വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. സവാളയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് വാട്ടിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഉള്ളിയൊക്കെ സവാളയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കറിവേപ്പിലോട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയും പൊടികളും എല്ലാം കൂടി ഒന്ന് മിക്സായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഈ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മുടെ ഋതുക്കുട്ടിക്ക് ഇന്ന് ഋതുക്കുട്ടിക്ക് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ടുകൂടെയൊക്കെ ചിക്കൻ വാങ്ങിച്ചത്. അപ്പം ഈ മസാലയും ചിക്കനും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ചിക്കനകത്ത് നമ്മുടെ മസാല പിടിക്കണം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ഇട്ട് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഈ ചിക്കനകത്ത് നിന്ന് തന്നെയുള്ള വെള്ളം അതിലേക്ക് ഇറങ്ങിക്കോളും. അതിൽ കിടന്ന് നല്ലതുപോലെ ചിക്കൻ വേവും. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ. ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ കിടന്ന് നല്ലതുപോലെ തിളയ്ക്കുന്ന എന്താ മണം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ചോറും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഇന്നൊരു പിടി പിടിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അതുപോലെ എന്ത് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം. ചിക്കൻ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.